നീയൊക്കെ എവിടെ വായി നോക്കാൻ പോയിരുന്നു? ഞാൻ തിരക്കാത്ത ഇടവില്ല. നിന്റെ അപ്പന് സൂക്കേട് കൂടിയെന്ന് പറഞ്ഞ ടെലഗ്രാം വന്നില്ല. ഇങ്ങനെ ആലോചിച്ച് നിന്നിട്ട് എന്താ കാര്യം? വേഗം പുറപ്പെടാൻ നോക്ക്. സൂക്കേടൊക്കെ മാറും. വേഗം റെഡിയാണ്. ഞാൻ എന്റെ കയ്യിൽ നിന്റെ ഒലക്കിയിരിക്കുന്നു. പണം ഞങ്ങൾ തരാം. അവിടെ എന്റെ 5 രൂപ ഉണ്ട്. നിന്റെ കാശില്ലേ? ഉണ്ട്. 50 രൂപ ഉണ്ട്. കൊടുക്ക. പെട്ടെന്ന് പുറപ്പെടാൻ നോക്കടാ. അപ്പാ, ഇപ്പൊ എങ്ങനെയുണ്ട്? സുഖമുണ്ടോ? പറയൂ അപ്പാ. ഡോക്ടറെ കണ്ടോ? മരുന്ന് വാങ്ങി കഴിച്ചു? അപ്പച്ചന്റെ അസുഖത്തിന് മരുന്നില്ല മോനെ. അസുഖം ശരീരത്തിനല്ല, മനസ്സിനാ. അപ്പൻ എന്താണ് ഈ പറയുന്നത്? എന്റെ മക്കൾക്ക് വേണ്ടത് കൊടുത്തു വളർത്താൻ എനിക്ക് കഴിയാതെ പോയി. അതിലാര് പരാതി പറഞ്ഞു? നമ്മുടെ നിവൃത്തിയോട് ഞങ്ങൾക്കറിയില്ലേ? പെണ്ണ് വളർന്നപ്പോൾ നിറഞ്ഞുപോയി. ആവശ്യമില്ലാത്തതൊക്കെ ഓർത്ത് അപ്പൻ മനസ്സ് പുണ്ണാക്കുക. അവളെ ഞാൻ കെട്ടിച്ചുവിടും. അവൾ എന്റെ സഹോദരിയല്ലേ അപ്പ? ഇല്ല മോനെ, ഇനി നിനക്കതാവില്ല. അവൾ ആ വിഷക്കായ തിന്നു. അതേടാ, അവൾ ഗർഭിണിയാണ്. അവൾ തെറ്റ് ചെയ്ത് എന്റെയും നിന്റെയും കൊച്ചു മുതലാളി. ഇവൾ ആരാണെന്നറിയാമോ? നിന്റെ പെണ്ണ്. അതെ, ഇന്നിവൾ ഗർഭിണിയാണ്. അതിനിവളുടെ കല്യാണം കഴിഞ്ഞില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം. ഒരു ഡോക്ടർ ശിവദാസൻ അറിയോ? ഈ കേസിൽ എക്സ്പെർട്ടാ. നീയാണ് ഇതിന് ഉത്തരവാദി. ബഹളം വെക്കാതെ. ഞാനാണ് ഉത്തരവാദിയെങ്കിൽ ഡോക്ടറെ കാണാനുള്ള പണം ഞാൻ തരാം. നാട്ടിലുള്ള പെമ്പിള്ളേരെ പറഞ്ഞു പറ്റിച്ചിട്ട് ഒടുവിൽ ഗർഭം നശിപ്പിക്കാനുള്ള ചില്ലറയും മാറ്റി നടക്കുകയാണ് അല്ലേടാ? നിന്നെ ഞാൻ മത്തായി. മുതലാളി, എന്റെ പെങ്ങൾ. എല്ലാം ഞാൻ കേട്ടു. എടുത്തുചാട്ടം ഒന്നിനും പരിഹാരമല്ല. ഈ നിലയിൽ ഞങ്ങൾ എന്ത് ചെയ്യണം മുതലാളി? സാവകാശം ആലോചിച്ച് നമുക്ക് വേണ്ടത് ചെയ്യാം. നിങ്ങൾ ഇപ്പോൾ പോകൂ മുതലാളി. നാളെ നീ ഇങ്ങോട്ട് വരൂ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. തൽക്കാലം പോകൂ. എടാ, മനുഷ്യനായ തലച്ചോറ് വേണം. നടക്കാൻ പാടില്ലാത്ത നടന്നു. കാരണമായിട്ട് നിന്റെ പേര് മാത്രമേ പറയാനുള്ളൂ. അപ്പച്ച, ഞാൻ നിനക്ക് പങ്കില്ലെന്നാണ് പറയുന്നത്. എടാ, ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാം, സ്വാഭാവികമാണ്. അതിനെ അതിജീവിക്കുന്നതിലാണ് ബുദ്ധി. നിന്റെ മാത്രം പേര് കേട്ടെടുത്ത് വേറെ 4 പേരോട് കേൾപ്പിക്കണമായിരുന്നു. അതിനാവശ്യമുള്ള പണം നീ ചെലവാക്കണം. ഇപ്പോ നല്ല അപ്പൻ മോന് നല്ലത് പറഞ്ഞു കൊടുക്കുന്നു. കൊമ്പൻ പോകുന്നല്ലേ മോഴിക്ക് വഴി. നിന്നെ ഇങ്ങോട്ട് വിളിച്ചില്ല. അവൻ എന്റെയും മോനാണ്. അതുകൊണ്ട് ഞാൻ അവനെ കൊല്ലണോ എന്ന് ഞാൻ പറഞ്ഞില്ല. നമുക്കും പ്രായമായൊരു മോളുണ്ടെന്ന് ഓർമ്മ വേണം. ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ പറയുന്നത്? നാളെ മത്തായി വരും. ഇല്ല, അവൻ വരില്ല. വന്നാൽ തന്നെ പറയാനൊരു കാരണവും ഉണ്ടാവില്ല. ഇല്ല ഇല്ല, എനിക്കതാവില്ല. ഓ, ഞാൻ പറയുന്ന ഒന്ന് കേക്കുകൂട്ടി. ഈ മരുന്ന് കഴിച്ചാൽ നിനക്കൊരു ആപത്തും ഉണ്ടാകില്ല. അന്യരാരും അറിയുകയുമില്ല. നിനക്ക് ആവശ്യമുള്ള പണം ഞാൻ തരാം. വേണ്ട മുതലാളി, എനിക്ക് പേടിയാവുന്നു. പേടിക്കാനൊന്നുമില്ല മോളെ. ഒരു കുഴപ്പമുണ്ടായില്ലെന്ന് ഞാനല്ലേ പറയുന്നത്. ഇല്ല, ഞാൻ കഴിക്കില്ല. ഇല്ല എടീ, ഞാൻ പറയുന്നതനുസരിച്ചാൽ നിനക്ക് നിന്റെ കുടുംബത്തിന് ജീവിക്കാം. ഇല്ലെങ്കിൽ വളരെ സാവകാശം ആലോചിച്ചെടുത്ത തീരുമാനമാണിത് അല്ലേ അലക്സാണ്ടർ? നിന്നെ അനുസരിക്കാതെ തന്നെ ഞങ്ങൾ ഇവിടെ ജീവിക്കാം. അത്ഭുതമായി. ഞാൻ പറയായിരുന്നു ഇങ്ങനെയും ആകാമല്ലോ എന്ന്. ഒന്ന് പറഞ്ഞു നോക്കിയതായിരിക്കും. ഇത് നിങ്ങളുടെ കുറ്റമല്ല അലക്സാണ്ടർ. നിങ്ങൾ പ്രതിനിധീകരിക്കുന്ന മുതലാളി വർഗത്തിന്റെ തകരാറാണ്. അതിൽ മനുഷ്യബന്ധത്തിന് വിലയില്ല, സ്ത്രീത്വം മാനിക്കപ്പെടില്ല. പക്ഷേ ഞങ്ങൾ പാവങ്ങളുടെ വർഗത്തിൽ ഇതൊരിക്കലും നടക്കില്ല. പട്ടിണിക്കാരാണെങ്കിലും ഞങ്ങൾക്ക് ജീവിതം പവിത്രമാണ്. ഓ, അപ്പോ നിന്റെ പെങ്ങളെ എന്റെ മരുമകളാക്കാൻ തന്നെ തീരുമാനിച്ചു. നിങ്ങളുടെ മകനാണ് ഇതിന് കാരണക്കാരനെങ്കിൽ അത് തന്നെ നടക്കും. ഇല്ലെങ്കിൽ എന്റെ പെങ്ങൾ നിങ്ങളുടെ മകന്റെ വിധവയായി പ്രസവിക്കും. രണ്ടിലൊന്ന് തീരുമാനിക്കാതെ നിങ്ങളെ ഞാൻ വിടില്ല. നീ എന്നോട് എതിർക്കണം.
മോള് പിഴച്ചെങ്കിൽ വെറുമെന്നല്ലേ ഉള്ളൂ. ഈ അറുങ്കുല നീ എന്തിനു ചെയ്തടാ? അപ്പച്ചാ, എന്റെ മോളെ, എന്റെ മോളെ. നിന്റെ അപ്പൻ എവിടെ? പുറത്തു പോയിരിക്കുന്നു. നിന്റെ ആങ്ങള? അച്ചായനും ഇല്ല. മാത്യു ശരിക്കൂ? ഇരിക്കാനല്ല ഞാനിവിടെ വന്നത്. എനിക്കറിയാം, പ്രതികാരം ചെയ്യാൻ. ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അടിച്ചേൽപ്പിക്കുമ്പോൾ ആർക്കും പ്രതികാരം തോന്നാം. സിസിൽ പറയുന്നത് സത്യം. അത് മാത്യൂസിന് മാത്രമല്ല, മറ്റു ചിലർക്കും അറിയാം. നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നത്, ശക്തിഹീനർ അത് കണ്ടു നിൽക്കേണ്ടി വരുന്നത് പറഞ്ഞറിയിക്കാവുന്ന ദുഃഖമല്ല. അല്ല മാത്യൂസ്? ഞാൻ പോകുന്നു. നിൽക്കൂ, ഒരു കാപ്പി. വേണ്ട. സ്വയം രക്ഷപ്പെടാൻ പോലും കഴിയാത്ത ഒരു അടിമയ്ക്ക് മറ്റൊരാളെ രക്ഷിക്കാനാവില്ല. കടല കടല കടലേ ചുടുകടലേ നിലക്കടലേ, കടല കടല കടലേ ചുടുകടലേ, കടല കടല കടലേ, കടല കടലേ. 10 പൈസയ്ക്ക് കടല. ഇപ്പൊ തരാ, കൈനീട്ടം വെക്കട്ടെ. എന്റെ കയ്യിൽ കാശുണ്ടല്ലോ. അന്റെ കാശിപ്പ വേണ്ട. കടല കടലേ, കടല കടലേ, കടലേ. 4 എനിക്ക് കടല കൊടു. ബിസിനസ് ഇഷ്ടം പോലുണ്ട്, പക്ഷെ നമ്മള് കൊടുക്കൂല. അന്റെ കാശ് വന്നാലും ഒരു മൊഞ്ചുള്ളു. അപ്പൊ ഒത്തിരി കടല തരണം. മൊത്തം എടുത്തോ, എന്നാ പിന്നെ നമ്മുടെ ബിസിനസ് ക്ലോസ്. അതിന് എനിക്കെന്താ? കാശ് അനക്കൊന്നുമില്ല. അപ്പൊ പിന്നെ അന്നെ കെട്ടാൻ കാശ് എവിടുന്ന? എന്നെ കെട്ടണ്ട, വേറെ പെണ്ണിനെ കെട്ടിക്കോ. അല്ലോ, ഞമ്മള് ചുമ്മാ പറഞ്ഞതാ, ഞമ്മള് വേറെ ആരും കെട്ടൂലെന്ന്. സത്യമായിട്ടും? സത്യം. അപ്പൊ നമ്മളെ കയ്യിലടിച്ച് സത്യം ചെയ്യേ, ഇല്ലെങ്കിൽ നീ നമ്മള് ബോധം കെടും. സത്യം സത്യം സത്യം. ആമിന, ഈ ദുനിയാവില് നമുക്ക് സ്വന്തക്കാരാരുമില്ല. ബാപ്പാനും ഉമ്മാനും കൂടെ നമ്മൾ കണ്ടിട്ടില്ല. ഞമ്മക്ക് വിവരം വന്നപ്പോ കണ്ടത് അന്റെ ഉപ്പുപ്പാനെയാണ്. നമ്മുടെ ഈ തടി ഉണ്ടല്ല, അതും എന്റെ ഉപ്പുപ്പാന്റെയാണ്. ഇതൊക്കെ ആര് ചോദിച്ചു? നമ്മൾ പറഞ്ഞെന്ന് മാത്രം. അന്നേം അന്റെ ഉപ്പുപ്പാനെ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ നമുക്ക് ഉറക്കം വരൂല. എനിക്കും എപ്പോഴും കാണാൻ കൊതിയാണ്. വണ്ടി ബാക്ക് വരട്ടെ. റിവേഴ്സ് റിവേഴ്സ്. മതി 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 മതി, നിർത്ത്. നീ ഇപ്പൊ കഴിച്ചത് മയക്കുമരുന്നല്ലേടാ? അല്ലേ മോനെ, ഞാൻ ആശുപത്രിയിൽ നിന്ന് വാങ്ങിച്ചോണ്ട് മരുന്ന് കഴിച്ചേ. എന്നാ നീ മയക്കുമരുന്ന് കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു? അതിന് ഞാൻ മരിച്ചില്ലല്ലോ ഏമാനെ. മരിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ആത്മഹത്യാ ശ്രമം, അതായത് ആത്മഹൂതി. ഏതോ കേസ്? ശരി സാർ. അയ്യോ, നീ ആത്മഹത്യയാണോ? പോയി അങ്ങനത്തെ ഇവൻ ചത്തിട്ടില്ല. ചാവണ്ട, പോസ്റ്റ്മോർട്ടം കഴിയുമ്പോ ചത്തോളും. എന്റെ അമ്മച്ചി ഇവൻ രോഗിയാണോ? ഓട്ടം കണ്ടില്ലേ? അല്ല, ഇതാരാ വരുന്നത് നോക്ക്. അല്ലോ, ഇതാര്? മൈസൂരേട്ടാ? ഇങ്ങോട്ടുള്ള ബയ്യൊക്കെ മറന്നാ സാറേ? കാപ്പി എടുത്തിട്ട് കാപ്പി വേണ്ട പോക്കറിക്ക. അങ്ങനെ പറയരുത് വക്കീൽ സാറേ, നമ്മള് പാവങ്ങളാണെങ്കിലും ഒരു കാപ്പിക്ക് വകയുണ്ട്. ഇവ കാപ്പി എടുത്തോണ്ട് വാ. അങ്ങോട്ട് വന്ന് സന്തോഷം പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. കാശൊത്തില്ല, ഇപ്പൊ കാശൊത്ത്. എന്തൊരു കാപ്പ് കുടിച്ചിട്ട് ഇവിടെ ഇരിക്കും. നമ്മൾ ചന്തയിൽ വരെ ഒന്ന് പോയിട്ട് വരാം. അവിടാണ് നമ്മുടെ കാള ടീ ഷാപ്പ്. ഏത് കാശിനെ പറ്റിയാ പോക്കറിക്ക പറയുന്നത്? ഫീസ്, വക്കീൽ ഫീസ്. അത് നിങ്ങൾ വാങ്ങിയതല്ലേ?
ഒക്കരിക്ക, ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയത് ഫീസിന് വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ ആത്മാർത്ഥം കണ്ടിട്ടാണ്. മാത്രമല്ല, ഞാൻ ചെല്ലുന്നതിന് മുമ്പ് എന്നെ മത്തായിയെ വിട്ടയച്ചിരുന്നു. അപ്പൊ പിന്നെ ഇങ്ങോട്ട് വന്നത്? മത്തായി ഒന്ന് കാണാൻ. അല്ല, അപ്പൊ നിങ്ങൾക്ക് മത്തായിനെ അറിയോ? അവൻ പറഞ്ഞ് നാക്കെടുത്തില്ല, ദേ വരുന്നു. മാത്യൂസ്, നീ എന്നോട് എന്തിനു പിടക്കുന്നു? ഞാൻ നിന്നോട് എന്ത് തെറ്റ് ചെയ്തു? ഞാൻ നിനക്ക് അന്യനാണോടാ? ആകാൻ ശ്രമിക്കുകയാണ്. എന്തിന്? കാപ്പി. മത്തായിക്ക, എന്നെ കെട്ടിയിട്ടിരിക്കുന്ന പല ചങ്ങലകളുണ്ട്. അത് സ്നേഹത്തിൻ്റെതാണ്. എനിക്കവയെ ഒന്നൊന്നായി മുറിച്ചെറിയണം. മാത്യൂസ്, പലതും പറയാൻ എളുപ്പമുണ്ട്, ചിലത് ചെയ്യാൻ. പക്ഷെ എല്ലാം മറക്കാമെന്ന് കരുതിയാൽ? ഇല്ല, എനിക്കെല്ലാം മറക്കണം. ഈ ലോകം തന്നെ മറക്കണം. ഞാനും എന്റെ ലക്ഷ്യവും മാത്രമാകണം. ഒരുപക്ഷെ നിനക്ക് എന്നെ മറക്കാൻ കഴിഞ്ഞേക്കും. കഴിഞ്ഞ 6-7 വർഷമായി നീ അത് തെളിയിച്ചു. പക്ഷെ ഈ നിൽക്കുന്ന മനുഷ്യനെ നിനക്ക് മറക്കാൻ കഴിയുമോ? ഈ സ്നേഹം കണ്ടില്ലെന്ന് ഭാവിക്കാൻ കഴിയുമോ? നീ അറിയാതെ തന്നെ തല്ലോടി ഈ പെൺകുട്ടിയെ നിനക്ക് മറക്കാൻ കഴിയുമോ? ഇവളുടെ സ്നേഹത്തിന്റെ ചങ്ങല നിനക്ക് അർത്ഥം മുറിക്കാമോ? ഇല്ല, ഇല്ല. ഇവളെന്റെ പെണ്ണാണ്. അത് എന്റെ അപ്പനും അമ്മയുമാണ്. മാത്യൂസ്, നീ വരും, എനിക്ക് നിന്നോട് ചിലത് പറയാനുണ്ട്. കാപ്പി കുടിച്ചിട്ട് പോമോനെ. ഞാനിപ്പോ വരാം. ഇനിയും വരാം. ഞാൻ മറ്റേ പകരിക്കാം.